രാജ്യത്താകെ ബിജെപിയുടെ വ്യാജ വോട്ട് വിവാദം കത്തിനിൽക്കുന്നതിനിടെ മലപ്പുറം നഗരസഭയിൽ സിപിഎം വക വ്യാപകമായി കള്ളവോട്ട് ചേർക്കൽ. വേണ്ട പ്രായപരിധിയാകാത്തവരെ തെറ്റായ വിവരം നൽകി വോട്ട് ചേർത്തുവെന്നാണ് യുഡിഎഫ് പരാതി. ഡിവൈഎഫ്ഐ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ക്രമക്കേട് നടന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ ഇതിന് കൂട്ടുനിന്നുവെന്നും യുഡിഎഫ് ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത പുതിയ 8 വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച പ്രായപരിധിയായിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകളും യുഡിഎഫ് പുറത്തുവിട്ടു. നഗരസഭയിലെ വാർഡ് 4 കള്ളാടിമുക്ക്, 31 ഇത്തിൽപ്പറമ്പ്, 32 മുതുവത്തുപറമ്പ് എന്നീ വാർഡുകളിൽ നിന്ന് പുതുതായി ചേർത്ത വോട്ടുകളാണ് കള്ളവോട്ടുകളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഏഞ്ചൽ ജിജു, പി ഫാരിസ സഫ, എം മുഹമ്മദ് നിഹാൽ, കെ പി ഫാത്തിമ ഹിബ, ടി മുഹമ്മദ് സിനാൻ, സി അതുൽ കൃഷ്ണ, സി മുഹമ്മദ് റഫ്സൽ, സി എച്ച് ഫാത്തിമ നസ്റിൻ എന്നിവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട പ്രായപരിധിയായിട്ടില്ല. 2007 ജനുവരി 1 അതിനു മുൻപോ ജനിച്ചവർക്കാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം. എന്നാൽ ഈ ലിസ്റ്റിലുള്ളവരെല്ലാം 2007 ജനുവരിക്ക് ശേഷം ജനിച്ചവരാണ്. ശേഷം ജനിച്ചവർക്ക് വോട്ടുണ്ടായത് എന്ന് പറയാനും അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കുണ്ട്. വളരെ വ്യക്തമായി ഞങ്ങൾ പറയുന്നു, ഇത് കൃത്യമായ നെക്സസ് ആണ്. ഇവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ ചില നേതാക്കന്മാരും സിപിഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട പാർട്ടി ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തി ഈ മുനിസിപ്പാലിറ്റിയിൽ സൂപ്രണ്ടായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം അവർ തമ്മിലുള്ള ഒരു നെക്സസ് ആണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിത് ഇവിടെയല്ല പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ആരംഭിച്ച ഘട്ടം മുതൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തുകയാണ്. ഇവർ വാർഡ് വിഭജനത്തിൽ ഇടപെട്ടു. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിലവിൽ 1ലധികം കേസ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിലുണ്ട്. കേരള ഹൈക്കോടതി പ്രാഥമികമായി തന്നെ ഒബ്സർവ് ചെയ്ത സമയത്ത് അതിനകത്ത് മെറിറ്റ് ഉണ്ടെന്ന് കണ്ട് അടുത്ത ദിവസത്തേക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വാർഡ് വിഭജനത്തിൽ ഇവർ ഈ രീതിയിലെത്തിരും. ഈ കുട്ടികൾ സമീപ പ്രദേശത്തുള്ള ആളുകളാണ്. പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവരോട് ചോദിക്കണം, ഇവർ അറിഞ്ഞാണോ ഈ ഡോക്യുമെന്റ്? ഇവരിവിടെ വന്നതാണ്. ഈ കുട്ടികളിവിടെ ഹിയറിംഗിന് വന്ന ആളുകളാണ്. അവർക്കറിയില്ല അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് എന്നുള്ളത്. മാത്രമല്ല, ഇവിടെ കാണുന്ന ഒരു സ്ഥിതി, സാധാരണ വോട്ട് ചേർക്കാൻ വരുന്നവരാണ് ഡീറ്റെയിൽ കൊണ്ടുവരിക. ഈ 3 വാർഡിലേത് ഇവർ 3 പേരും കാവൽ നിൽക്കുകയാണ്. ഫയൽ തുറക്കുക, ഡോക്യുമെന്റ് കൊടുക്കുക. എല്ലാ വാർഡിലെ ആളുകളുടെയും ഡോക്യുമെന്റ് ഇവരുടെ കയ്യിൽ എങ്ങനെ എത്തി? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഈ 3 ആളുകൾ ഈ ക്യാബിനിൽ നിന്ന് പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ തുടങ്ങിയത് മുതൽ അവരുടെ ഫയലിൽ ഇല്ലാത്ത രേഖകളില്ല. ഇവരുടെ ഫയൽ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കണം. ഇവരുടെ വ്യാപകമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കണം. വ്യാജരേഖ ചമച്ചതിന് ഇവർക്കെതിരെ നിയമപരമായി കേസെടുക്കണം. ഞങ്ങൾ DGPക്ക് നൽകും, ഇലക്ഷൻ കമ്മീഷന് നൽകും, കലക്ടറെ കാണും. ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഞങ്ങൾ കാണുമെന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. 2007 4 മാസവും 5 മാസവും അതിനുശേഷവുമെല്ലാം ജനിച്ചവരുമാണ് ഈ 8 പേരും. ഇവർ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം വ്യാജ വോട്ടുകൾ ചേർത്തതെന്ന് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും യുഡിഎഫ് ആവശ്യപ്പെട്ടു. നഗരസഭയിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടും തുടർന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടും വ്യാപകമായി പരാതി ഉയർന്നിരിക്കുകയാണ്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതി പരിഗണനയിലാണ്. നഗരസഭ ഭരണം പിടിക്കാനുള്ള സിപിഎമ്മിന്റെ ആസൂത്രിത ശ്രമമാണ് ഇതെന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്നും യുഡിഎഫ് പറഞ്ഞു. കള്ളവോട്ട് ചേർത്തതായി പരാതി ഉയർന്ന വാർഡുകൾ 3ഉം സിപിഎം സ്വാധീന മേഖലയാണ്. ഈ 3 വാർഡുകളിലെയും സിപിഎം കൌൺസിലർമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിലാണ് കള്ളവോട്ട് ചേർത്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാക്കളും റിട്ടേണിംഗ് ഓഫീസറായ എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ടും അടങ്ങുന്ന ഒരു ഗൂഢസംഘം ഇതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട്. കൂടുതൽ പരിശോധനകൾ നടന്നുവരികയാണെന്നും കൂടുതൽ കള്ളവോട്ടുകൾ സിപിഎം ചേർത്തിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് യുഡിഎഫ് നേതൃത്വം. ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. സിപിഎം ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്കും യുഡിഎഫ് ഒരുങ്ങുന്നുണ്ട്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.